ഹരി ഓം. വിഷ്ണു സഹസ്രനാമ സ്തോത്രം, ശ്ലോകം 54. ഉദ്ഭവക്ഷോഭണോ ദേവ ശ്രീഗർഭ പരമേശ്വര, കരണം കാരണം കർത്ത വികർത്താ ഗഹനോ ഗുഹ. ഹരി ഓം. 373 നാമം ഉദ്ഭവ. ഈ പ്രപഞ്ചത്തിന്റെ ഉത്പത്തിക്ക് കാരണമായിട്ടുള്ളവൻ എന്ന അർത്ഥത്തിലാണ് ഉദ്ഭവ. 374 നാമം ക്ഷോഭണ. ഇവിടെ സൃഷ്ടി നടത്താൻ കാരണം സത്വരജ തമോ ഗുണങ്ങൾക്ക് സംഭവിക്കുന്ന ക്ഷോഭമാണ്. അത് സംഭവിക്കുന്നത് ആ പരമാത്മാവിന്റെ ഈക്ഷണം, അതായത് ഇവിടെ സൃഷ്ടി നടക്കണമെങ്കിൽ സങ്കല്പത്താൽ ആണ് ഈ മായ ക്ഷോഭിക്കുന്നത്. അങ്ങനെ മായയെ അഥവാ പ്രകൃതിയെ ക്ഷോഭിപ്പിക്കുന്നവൻ അല്ലെങ്കിൽ ക്ഷോഭിക്കാൻ പ്രേരണ നൽകുന്നവൻ എന്ന അർത്ഥത്തിലാണ് ക്ഷോഭണ. 375 നാമം ദേവ. പ്രകാശസ്വരൂപനായിരിക്കുന്നവൻ എന്നർത്ഥത്തിലാണ് ദേവ. 376 നാമം ശ്രീഗർഭ. ഏതൊരു ദേവന്റെ ഉദരത്തിലാണോ ഈ ജഗത്തായിട്ടിരിക്കുന്ന ഐശ്വര്യം, ഭഗവാൻ തന്നെയാണ് ഈ ജഗത്ത്. അതിനാൽ ഭഗവാന്റെ വിഭൂതികളാണ് ശ്രീ, ഐശ്വര്യം. അത് തന്നെയാണ് ഈ ലോകം. നമുക്കത് അല്ലാത്തതായിട്ട് തോന്നുന്നത് പലപ്പോഴും നമുക്ക് മോശം അനുഭവങ്ങളൊക്കെ വരുന്ന സമയത്താണ്. അപ്പോഴാണ് നമുക്ക് ഈ ലോകം കൊള്ളില്ല എന്നൊക്കെ തോന്നുന്നത്. പക്ഷെ ശരിക്കും ഇത് ഭഗവാന്റെ വിഭൂതിയാണ്. ഭഗവാൻ തന്നെയാണ് ഈ ലോകം. അങ്ങനെയെങ്കിൽ ഐശ്വര്യ സമ്പൂർണമായ ഈ ലോക വിഭൂതി ഏതൊരു ദേവനിൽ തന്നെയാണോ ഇരിക്കുന്നത്, ആ ഭഗവാൻ എന്ന അർത്ഥത്തിൽ ശ്രീഗർഭ. 377 നാമം പരമേശ്വര. ഐശ്വര്യം, ഐശ്വര്യമുള്ളവൻ, ഉത്കൃഷ്ടമായ പരമമായ ഐശ്വര്യമുള്ളവൻ എന്ന അർത്ഥത്തിലാണ് പരമേശ്വര. 378 നാമം കരണം. ഇവിടെ ഈ ജഗത്തിന്റെ ഉത്പത്തിക്ക് ഭഗവാൻ ചില ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ സൃഷ്ടി നടത്തുന്നത് എന്നാണ്. അത് ഭഗവാന്റേതായിട്ടുള്ള സങ്കല്പമാണ് ആ കരണം. നമ്മൾ സാധാരണ പറയും ഉപകരണം, അല്ലെ? ഒരു സൃഷ്ടി എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമുക്ക് ചില ഉപകരണങ്ങൾ അതിന് സഹായകമായിട്ട് വേണ്ടിവരും. അങ്ങനെ കരണമായിരിക്കുന്നതും ഭഗവാന്റെ തന്നെ പല വിഭൂതികളും ആ ഒരു സൃഷ്ടി പ്രക്രിയയിൽ നമുക്ക് പോലും അറിയാത്ത ഒരുപാട് കാര്യങ്ങളാണ്. അങ്ങനെ കരണമായിരിക്കുന്നവൻ എന്ന അർത്ഥത്തിൽ കരണം. 379 നാമം കാരണം. ഇനി ഈ ജഗത്തിന് സൃഷ്ടി കാരണമായിരിക്കുന്നതും ഭഗവാൻ തന്നെയാണ്. ഒരു സ്വർണം, അല്ലെ? ആ സ്വർണത്തിൽ നിന്ന് ഒരുപാട് ആഭരണങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അതിന്റെ കാരണം സ്വർണമാണ്. ആ കാരണം സ്വർണ്ണാഭരണങ്ങൾ ആക്കി മാറ്റാൻ സ്വർണ്ണപ്പണിക്കാരൻ ചില ഉപകരണങ്ങൾ വെച്ചിട്ടാണ് ഈ ആഭരണങ്ങളൊക്കെ ആക്കി മാറ്റുന്നത്. ഇവിടെ ഭഗവാനെ കൊണ്ട് പറയുന്നു ഇതെല്ലാം ഭഗവാനാണ്. കാരണമായിരിക്കുന്നതും ഭഗവാൻ. ആ സ്വർണ്ണപ്പണിക്കാരന്റെ രൂപത്തിൽ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് വേണ്ടുന്നതൊക്കെ അതിനെ രൂപകൽപ്പന ചെയ്യുന്നതും ഭഗവാൻ. അതിന് ഉപകരണമായി തീരുന്നതൊക്കെ ഭഗവാൻ തന്നെയാണ്. അതാണ് സർവത്ര ഭഗവന്മയമാണ് ഈ ലോകം. അത് നമുക്ക് നാം തിരിച്ചറിയുന്നില്ല മാത്രമേ ഉള്ളൂ. 380 നാമം കർത്ത. ഈ ലോകത്തെ സ്വതന്ത്രമായിട്ട് സൃഷ്ടിക്കുന്നു, അതിന്റെ കർത്താവാണ് ഭഗവാൻ എന്നതിനാലാണ് കർത്ത. 381 നാമം വികർത്ത. വിവിധമായ അല്ലെങ്കിൽ നമുക്ക് അത്ഭുതത്തെ തോന്നുന്ന വിചിത്രമായ ഈ ഭുവനത്തിന്റെ കർത്താവ്. ഈ പ്രകൃതിയെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും, യഥാർത്ഥത്തിൽ വിവേകബുദ്ധി ഉണ്ടെന്ന് പറയുന്ന മനുഷ്യനേക്കാളും അത്യധികമായിട്ട് കഴിവുകളുള്ള പക്ഷിമൃഗാദികളുണ്ട്. ഇനി ഈ പ്രപഞ്ചത്തിലുള്ള ഓരോരോ കാര്യങ്ങൾ, പുഴകൾ, മലകൾ, ഇങ്ങനെ എന്തൊക്കെ രീതിയിലുള്ള ചില വൈചിത്രങ്ങളാണ് ഈ പ്രപഞ്ചത്തിലുള്ളത്. ഇങ്ങനെ ഒരു വിചിത്രമായ ഭുവനത്തിന്റെ കർത്താവ് എന്നർത്ഥത്തിലാണ് വികർത്ത. 382 നാമം ഗഹനഃ. എല്ലാ അർത്ഥത്തിലും ഭഗവാൻ നമുക്ക് പ്രത്യക്ഷമാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ കാരണം പ്രപഞ്ച രൂപത്തിൽ ഭഗവാനുണ്ട്. എന്നിട്ടും ആ മായയുടെ ആവരണ ശക്തി നമ്മൾ അത്രയധികം ശക്തമായി പ്രവർത്തിക്കുന്നതിനാൽ ഭഗവത് ചൈതന്യത്തെ അനുഭവിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ആ മായയുടെ ആവരണ ശക്തി
നമ്മളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട്. അങ്ങനെ ഗഹനമായ സ്വരൂപത്തോടു കൂടിയവൻ എന്ന അർത്ഥത്തിൽ ഗഹനഹ. 383 നാമം ഗുഹഹ. തൻ്റെ യോഗമായ കൊണ്ട് തന്നെത്താൻ മറച്ചു വച്ചവൻ ആണ്. അപ്പോൾ ഭഗവാനെ അറിയണമെങ്കിൽ എന്താണ് വേണ്ടത്? ഭഗവാൻ തന്നെ വിചാരിക്കണം. മുമ്പ് ദാമോദര എന്ന നാമം ലഭിച്ച ഒരു കഥ പറഞ്ഞല്ലോ. യശോദാദേവി അല്ല, യശോദാദേവി ഭഗവാന്റെ അമ്മ, വളർത്തമ്മ, വിചാരിച്ചിട്ടല്ല ഭഗവാനെ കെട്ടിയിട്ടത്. പിന്നെ ആരാണ്? ഭഗവാൻ തന്നെ സ്വയം വിചാരിച്ചിട്ടാണ് ഭഗവാനെ കെട്ടിയിടാൻ സാധിച്ചത്. അല്ല, നമുക്കറിയാം, കഥ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇതേപോലെ ഭഗവാനെ നമുക്ക് മുന്നിൽ അനാവൃതമാക്കണം, നമുക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഭഗവാൻ തന്നെ വിചാരിക്കണം. അങ്ങനെ ഭഗവാനെ കൊണ്ട് വിചാരിപ്പിക്കാൻ തക്ക സാധനകൾ നമ്മൾ അനുഷ്ഠിക്കണം. അങ്ങനെയാണ്. അപ്പോൾ ഭഗവാനാണ് തന്നെ സ്വയം നമുക്ക് വെളിവാക്കി തരേണ്ടത്. അങ്ങനെ ഇപ്പോൾ ഭഗവാൻ ആ യോഗമായയിൽ തന്നെത്താൻ മറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഭഗവാൻ ഗുഹഹ. ഹരിയും.